കൊണ്ടുവന്നിട്ട് പാൻസില് 469. ഏതിലാ പാൻറിലോ? ലെഗ്സില് 469. ഓക്കെ അല്ലേ? ഓക്കെ ഓക്കെ. ഗ്യാങ് ഹൗസ് അവിടെ ഇതാരാ? ഗ്യാങ് ഹൗസിലുണ്ടോ? വരവറിയിക്കണ്ടേ നമുക്ക്? ചിലരെയൊക്കെ വരവറിയിക്കണ്ടേ? അറിയിക്കണ്ടേ? നല്ല കൺസൈൻമെന്റ് ഉണ്ട്. വരവറിയിക്കാം നമുക്ക്. വെയിറ്റ് ആക്കി ഇതിന് അകത്തൊന്നും കേട്ടണ്ട. ഇവിടെ വേണ്ടല്ലേ? ഇറങ്ങി കാടേറും കൊമ്പൻ വന്നു. ഇതെന്താ ജിൻ ടക്കായിയോടെ പോയി കത്തിപ്പോയാ? ഇതാരാ ഇക്രുവാ പുറത്തേക്കണ? മാക്ക് വന്നില്ല. എന്തോ കറണ്ട് ഇല്ലാന്നൊക്കെ പറഞ്ഞു. അയ്യോ ഇത് കുറച്ച് ഹലോ നീ വന്നപ്പോ ദാനം ഒരു മിനിറ്റ്. ഞാനേ ഒന്ന് അനൗൺസ് ചെയ്യാം. മാക്കിനെ ഏൽപ്പിച്ചാൽ ഇപ്പൊ ഞാൻ കൈകാര്യം ചെയ്യേണ്ടി വരും. മൂഞ്ചി കഴിഞ്ഞ കുറെ ദിവസമായിട്ട് ലീഡർ എവിടെ കൺഫ്യൂഷനിലായിരുന്നു എല്ലാവരും. So we are welcoming our new leader, Rambo, as our new MRG leader. ഇനി ആര് ചോദിച്ചാലും, ഏത് കുണ്ടില്ലാത്തവന്മാര് ചോദിച്ചാലും നിന്റെ ലീഡർ ആരാണെന്ന് ചോദിച്ചാ നെഞ്ചു പിരിച്ച് റാംബോ ആണ് നമ്മളെ ലീഡർ എന്നുള്ളത്. ഞാൻ ഇത്രയും നാള് നിങ്ങളെ കൂടെ അവിടെ നിന്നൊരു വ്യക്തിയാണ്. അപ്പൊ എനിക്ക് നിങ്ങളടുത്ത് നിങ്ങളെ ഓരോ ആൾക്കാരും പ്രത്യേകിച്ച് പരിചയപ്പെടേണ്ട കാര്യമില്ല. എനിക്ക് നിങ്ങളടുത്ത് വേറെ ഒന്നും പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. മനസ്സിലായ? എനിക്ക് നിങ്ങളറിയാം, നിങ്ങൾക്ക് എന്നെ അറിയാം. നമുക്ക് എല്ലാവർക്കും വേണ്ട ഒരേ ഒരു കാര്യമേ ഉള്ളൂ, ഈ സിറ്റിയിൽ നമ്മളെ ഗ്യാങ്ങിന്റെ വളർച്ച. മനസ്സിലായ? അതിനു വേണ്ടിയിട്ട് നമ്മൾ ഒരുമിച്ച് ഒറ്റക്കെട്ടായിട്ട് നിന്ന് നമ്മള് മുന്നേറും. അത്രേ ഉള്ളൂ. മനസ്സിലായ? അതിൽ ഒരേ ഒരു കാര്യം പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, പ്രീ വാർ കാര്യങ്ങളുള്ള സമയത്ത് മാക്സിമം എല്ലാവരും കറക്റ്റ് എന്ത് പറയാൻ വേണ്ടിയിട്ട് എല്ലാവരും വരിക. നമുക്ക് വാറ് മാക്സിമം ജയിക്കണോ തോക്കണോ അതൊന്നും ഒരു കാര്യമില്ല. മനസ്സിലായ? ജയിച്ചാലും കുഴപ്പമില്ല, തോറ്റാലും കുഴപ്പമില്ല. നമ്മൾ മാക്സിമം ജയിക്കാൻ വേണ്ടിയിട്ട് പരിശ്രമിക്കുകയുള്ളൂ. അല്ലാതെ ആരും തോക്കാൻ വേണ്ടിയിട്ട് നമ്മളെ ഗ്യാങ്ങിൽ നിന്ന് ഒരു മനുഷ്യൻ പോലും കളിക്കൂല. അതെനിക്ക് 100% ഉറപ്പുണ്ട്. അപ്പൊ ജയിക്കണതും തോക്കണതും എല്ലാം രണ്ടാമത്തെ കാര്യമാണ്. ഒറ്റ കാര്യമേ പറയുള്ളൂ, എന്ത് പ്രശ്നം വന്നാലും എന്ത് അണ്ടി വന്നാലും ഞാൻ കാണും കൂടെ. മനസ്സിലായ? ഞാൻ കൂടെ കാണും. അപ്പൊ നമുക്ക് എല്ലാവർക്കും ഇന്നോട്ട് ഒരുമിച്ച് ഗ്യാങ്ങിന്റെ മുന്നേറ്റത്തിനായിട്ട് നമുക്ക് ഒരുമിച്ച് പോവാം. മനസ്സിലായ? കോ ലീഡേഴ്സ് 2 പേരുണ്ട്. അവര് പറയണ കാര്യങ്ങൾ മാക്സിമം കേട്ട്, അവര് പറയണ എല്ലാ കാര്യങ്ങളും കേട്ട് വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒന്നും ഇല്ലാതെ മുന്നോട്ട് പോകാൻ നോക്കും. ഇപ്പൊ ഞാൻ എത്ര ദിവസം ആക്റ്റീവ് ആവും അല്ലെങ്കിൽ ഇനാക്റ്റീവ് ആവും എന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും ഒരു ലീഡർ ഇവിടെ ഉണ്ട്. ആവശ്യ സമയത്ത് ഞാൻ വരും. മനസ്സിലായ? എപ്പോഴും നിങ്ങളെ കൂടെ തന്നെ കാണും. ഒരു കണ്ടികളും ഇനി വന്നിട്ട് നമ്മളെ MRCയുടെ ലീഡർ ആരാ അല്ലെങ്കിൽ IED ലീഡർ കുറെ പരിഹാസങ്ങൾ നമ്മൾ കേട്ട്. മനസ്സിലായ?
നമ്മളെ പഴയ ലീഡറിനെ കുറിച്ചായാലും ഒരു RP-യുടെ ഭാഗമായിട്ടാണെന്നുണ്ടെങ്കിൽ പോലും കുറെ കാര്യങ്ങൾ പറഞ്ഞ് നമ്മൾ പലയിടത്തായിട്ട് പല രീതിയിൽ കേട്ടിട്ടുണ്ട്. അപ്പം ഇനി ഈ കണ്ടികളൊക്കെ വന്നിട്ട് എന്തെങ്കിലും പറയാൻ വന്നു കഴിഞ്ഞാൽ അവന്മാരെ നമുക്ക് ഒരുമിച്ച് കെട്ടിയിട്ട് അത്രേ ഉള്ളൂ. പിന്നെ വേറെ എന്തേലും പറയണ്ട? ഒഫീഷ്യലി അറിയിക്കാനല്ലേ ന്യൂ ലീഡർ എന്താണെന്നുള്ളത്. അതിനെന്താ ഇല്ല, നമുക്ക് കിട്ടാം. വേറെന്താ എന്തേലും പറയണ്ട ആർക്കേലും? എല്ലാം ഓക്കെ അല്ലേ? രാജുഭായ് വെൽക്കം ബാക്ക്. രാജുഭായ് വെൽക്കം ബാക്ക്. താങ്ക് യു. അപ്പൊ നമ്മളെ IG-ൽ എല്ലാം തിരിച്ചു വന്നേക്കാണ്. അപ്പൊ ഇനി നമ്മൾ വാറിൽ നോക്കാൻ ഒരു കാരണങ്ങളും ഇല്ല. PvP പ്ലേയേഴ്സായി എല്ലാരും ആയി. അപ്പൊ അടിച്ച് എല്ലാരും കയറ്. എന്നിപ്പോ കൺസൈൻമെന്റ് ഉണ്ട്. അധികം നേരം നിങ്ങൾ ഇവിടെ നിന്ന് ഇതാവണ്ട. കൺസൈൻമെന്റ് എല്ലാം നല്ല രീതിയിൽ ബാക്കി കാര്യങ്ങളെല്ലാം നോക്ക്. നമുക്കില്ലാത്തവർക്ക് നമുക്ക് എവിടെയെങ്കിലും പോവേ സംസാരിക്കുക. ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. കൺസൈൻമെന്റ് ഉള്ളവര് കൺസൈൻമെന്റിലോട്ട് പോയിക്കോ. 10-25 ആകുമ്പോഴത്തേക്ക് കൺസൈൻമെന്റിന് അവിടെ റോക്ക് ഷോട്ടിൽ എത്തണം പറഞ്ഞേ. ലൈനപ്പ് പുറത്ത് ഇട്ടിട്ടുണ്ടാവും. കുറുപ്പ് 2 എന്താ കുറുപ്പല്ലേ? എന്താ ഇത് ഫാൽക്കൺ ഫാൽക്കന്റെ കേസ് ഞാൻ പറഞ്ഞുതരാം. ഫാൽക്കന്റെ കേസ് സംസാരിക്കുന്നുണ്ട്. ഫാൽക്കന്റെ കേസ് ഇപ്പം അന്നത്തെ പ്രശ്നത്തില് ഞാൻ പേരൊന്നും എടുത്ത് പറയല്ല. അന്നത്തെ പ്രശ്നത്തിന് ഫാൽക്കണുമായിട്ട് പ്രശ്നത്തില് ആയ ആ വ്യക്തി ഫാൽക്കണോട് സംസാരിച്ച് അവര് തമ്മിൽ അത് സോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ പ്രശ്നം സോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഫാൽക്കണ നമ്മള് ഗ്യാങ്ങില് ഫാൽക്കൺ തിരിച്ചു വന്നിരിക്കും. മനസ്സിലായ? പ്രശ്നങ്ങൾ തീർന്നു. ഇല്ല ഒന്നും പറയല്ല. കൺസൈൻമെന്റ് ഉള്ളതില്ല. വേറെ ബുദ്ധിമുട്ടിക്കുള്ള എല്ലാരും അതിന്റെ കാര്യങ്ങൾ നോക്കിയോ. മനസ്സിലായ? അപ്പൊ അത് കഴിഞ്ഞിട്ട് ഫാൽക്കൺ തിരിച്ചു വരും. ഉറപ്പായിട്ട് ഫാൽക്കൺ ചെയ്യാം. ഉറപ്പായിട്ട് ഫാൽക്കൺ തിരിച്ചു വരും. MRC-യിൽ തന്നെ ഫാൽക്കൺ തിരിച്ചു വരും. അത് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരാം. ഓക്കെ. മാറ്റി കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ ആൾക്കാരുടെ കേസും സംസാരത്തിലുണ്ട്. DNL വരും. ഫാൽക്കണെ വിളിക്കാൻ ഫാൽക്കൺ. പിന്നെ ആയിരിക്കും മോസ്റ്റ് പ്രോബബ്ലി നമ്മളെ ഇവിടെ ഇറങ്ങിയിട്ട് മീറ്റ് ആക്കാം. അല്ലല്ല പറഞ്ഞു അത് കൺഫേം ആക്കിയിട്ട് ഇപ്പൊ പറയുന്നില്ല. കാരണം അതിന്റെ ഒരു പുറത്തൊന്ന് ക്രോസ് ചെക്ക് ചെയ്താണ്ട് എന്തെങ്കിലും പണി തീരാൻ ബാക്കിയുണ്ടോ എന്നുള്ളത് കൂടി ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യാറുണ്ട്. അപ്പൊ 2-ാം തീയതി ശനിയാഴ്ച ഇതേപോലെ ഇപ്പൊ ഉള്ള ആൾക്കാരെക്കാളും കൂടുതൽ ആൾക്കാർ, അതായത് എല്ലാരും ഫുൾ മെമ്പേഴ്സ് നമുക്ക് എല്ലാവർക്കും വീടിന്റെ ഇപ്പൊ തന്നെ പറയണ എന്താ വെച്ചാല് അന്ന് എല്ലാരും ഇതേപോലെ മറ്റേ പരിപാടി ഉണ്ടായി പറഞ്ഞാണ്ട് ലീവ് എടുക്കാൻ നിൽക്കണ്ട. അത് ഗ്യാങ് ലോഞ്ചിങ് ആയിരിക്കും. എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാനത് പുറത്തറിയിക്കാം. പിന്നെ 30th അഥവാ 28 3 ദിവസം കഴിഞ്ഞാല് ഇറക്കുന്നുണ്ട്. അപ്പൊ അത് 3 ദിവസം കൊണ്ട് നമുക്ക് ഈ റോക്ക് ഷൂട്ടും കാര്യങ്ങൾക്കും വാറുന്നതിനൊക്കെ യൂസ് ചെയ്യാന് 30th നമ്മളൊരു ലിസ്റ്റഡ് 4x4 ലോഞ്ച് ചെയ്യും. അപ്പൊ അന്നും ഇതേപോലെ എല്ലാരും വരിക. ഓക്കെ. പറയണ്ടോ? എല്ലാവരുടെയും പുറത്തുള്ള എല്ലാവരുടെയും ഒരു ക്വസ്റ്റ്യൻ ഞാനങ്ങ് ചോദിക്കാം. ഈ അവസരത്തിൽ കേട്ടില്ല. സ്റ്റുഡിയോസിന്റെ എന്തെങ്കിലും ഉണ്ടോ? സോയി സ്റ്റുഡിയോസും 30th അല്ലെങ്കിൽ 1-ാം തീയതി ആയിട്ട് വരുന്നതാണ്. ഒരു കുട്ടി സെറ്റാക്ക് മുത്ത നമുക്ക് പോവാം. പിന്നെ കഴിഞ്ഞ 1.5 മാസമായിട്ട് ഗ്രൈൻഡിങ് ടാർഗറ്റ് പറഞ്ഞിട്ട് നമ്മള് പിന്നെ നമ്മള് എല്ലാവർക്കും അറിയാം, നമ്മള് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ആയതുകൊണ്ട് നമ്മള് കുറച്ച് എല്ലാവരും മൈൻഡ് ഒക്കെ തന്നെ ആയിരുന്നു എല്ലാവർക്കും കഴിഞ്ഞത് ആദ്യം. പക്ഷെ ഇപ്പൊ ബാക്ക് ടു ബാക്ക് കാര്യങ്ങളൊക്കെ എല്ലാം ആക്റ്റീവ് ഒക്കെ ആയി തുടങ്ങിയതല്ലേ. അപ്പം ഗ്രൈൻഡിങ്സ് ഉണ്ടാവും, ടാർഗറ്റ്സ് ഉണ്ടാവും. അത് ലീഡർ പറയും, നാളെ ലീഡർ പറയും ടാർഗറ്റ് എന്താന്നുള്ളത്. അപ്പൊ അത്
കറക്റ്റ് പ്രോപ്പർ ആയിട്ട് എല്ലാവരും കൊണ്ടുവന്ന് തിരിച്ചേൽപ്പിക്കാം. ഓക്കെ വേറെ എന്തേലും കത്തില്ല എല്ലാരും എന്നാ പിന്നെ മീറ്റിംഗ് വൈൻഡപ്പ് ചെയ്യല്ലേ? എന്നാ പിന്നെ വൈൻഡപ്പ് ആക്കാം. ഓക്കെ ഓക്കെ എന്നാ പിന്നെ എല്ലാവർക്കും അറിയിക്കോ. മറ്റേ ലൈനപ്പെട്ടവര് 10-25 ആകുമ്പോഴത്തിന് ഇതിന് പോകാം. എല്ലാരും മീറ്റിംഗ് ഡിസ്മിസ് ആക്കിക്കണേ. മീറ്റിംഗ് ഡിസ്മിസ്ഡ്. എന്താണ് മാളസ് എന്താ പറയുന്നത്? ഇസ്മയിലോടെ ഇസ്മയില് ഓടിയാ മീറ്റിംഗിന്റെ ഇടയിൽ അടിക്ക ഉസ്മാൻ കത്തിയാ ഉസ്മാനെ വിളി. ഇന്നലത്തെ കേസ് അപ്പാപ്പം വന്നില്ല. അപ്പാപ്പ എത്തിയില്ല അമ്മ. ആണോ? എനിക്ക് പെണ്ണ് സെറ്റായി തോന്നട്ടാ. ഏത് പെണ്ണ്? ഉസ്മാനില്ല. എന്തെല്ലാം സുഖല്ലേ? സുഖം സുഖം. എങ്ങനെയൊക്കെ പോണം ലീഡർ. അപ്പൊ ശരി, എന്നാ കാണാം. ഞാൻ എന്നോട് ചോദിക്കും സുഖാണോ? ആരടുത്ത്? നിന്റെ അടുത്ത് ചോദിക്കാടാ. മാറി ലീഡർ ഞാൻ ഇറങ്ങുന്നേ. എനിക്ക് ചെറിയൊരു പരിപാടിയുണ്ട്. ആര്? ബ്ലേക്കോ? പോയിട്ടോ. എടാ ഫാൽക്കൻ പരിപാടി? എനിക്ക് പ്രത്യേകിച്ച് അറിയിടുന്നില്ല. ഞാനിങ്ങനെ പുറത്ത് ഇങ്ങനെ എന്തെങ്കിലും വണ്ടി പിടിച്ച് സത്യം പറഞ്ഞാൽ അവന്റെ കുട്ടീന്റെ പേര് കറങ്ങാൻ പോകാം. ആരാ അപ്പുറത്തെ മതിലിന്റെ അവിടെ? ആരാ അതാരാ? ഫാൽക്കന്റെ ഓളാ? മോളൂസ് അല്ലത്. പിന്നെ ഹലോ കുട്ടി. ഹലോ പരിചയപ്പെടാ. എടാ ഫ്രീ ആയിട്ട് ആരായുള്ള? ഫ്രീ ആയിട്ട് കൺസൈൻമെന്റ് ഇല്ലാത്ത ആരൊക്കെയാ? എടാ ഞാൻ മാളൂസിനെ ചോദിക്കണേ, പാൽക്കനായിട്ട് ദാമ്പത്യ ബന്ധമൊക്കെ എങ്ങനെ പോകുന്നൊക്കെ അറിയാം. ഇതാണ് മാളൂസ്. സുഖല്ലേ? ഇസ്മയിലെ നമുക്കൊന്ന് പോയിട്ട് വരാം. വണ്ടി ഓടിക്കാറാകുമ്പോ പോട്ടേനാകുമ്പോ വണ്ടി പോട്ടെ. ഹലോ അതാരാ? ഹലോ ഇതാരാന്നറിയോ? ഇതിന്റെ സിസ്റ്റർ അല്ല, സിസ്റ്റർ ഗേൾഫ്രണ്ട്. ഗേൾഫ്രണ്ടാ? ആര്? ഇസ്മയിലിന്റെ? എന്നെ അറിയില്ല റാംബോക്ക്. ഇതാരാ? എവിടെ? ഞാൻ മോൻ കണ്ടില്ല. മകൻ നോക്ക്. ഇറങ്ങ്. ശബ്ദം കേട്ടിട്ട് പറ ആരാന്ന്. ശബ്ദം കേട്ടിട്ട് ഇതാരാ? സാറേ? അതെ. എടേ നീ നിന്നെ കേറ്. ഹലോ എല്ലാരും അവിടെ പോയി. സാറുണ്ടല്ലോ, ഞങ്ങക്ക് സിസ്റ്റർ മാതിരി ഇതാകുമ്പോ. എന്ത് ഗേൾഫ്രണ്ട് മാതിരി? ആർക്ക്? പട്ടി. ഞങ്ങക്ക് ഗേൾഫ്രണ്ട് മാതിരിയാ? അല്ല, ഗേൾഫ്രണ്ടാ. അങ്ങോട്ട് പോലെ കത്തുന്ന. എവിടെയാ കത്തല്? എത്ര PL എത്ര? 17? 17. മുതുക്കി പോകാൻ പറ്റൂലല്ലോ. ഇല്ലല്ലോ മുതുക്കി പോണ്ട, വേറെ എവിടെയെങ്കിലും പിടി. നമുക്ക് സെറ്റായില്ല. നമുക്ക് പെണ്ണില്ലടാ. ക്ലോയ് മേഡം ഉണ്ടോ? അതാ ഞാൻ പറയട്ടെ, കോയിനൊന്നും പ്രേമിക്കലട്ട. ആരും പ്രേമിക്കണം, വെറുതെ നടന്നോളെ. അതല്ലേ? അതാണ് നല്ലേ. എന്നോട് ഇസ്മായില് പറഞ്ഞേ. അല്ല, ആരും പ്രേമിക്കാൻ നടക്കുന്നത് നല്ലേന്ന് പറയാ. ആണോ? ആ,
അല്ല അപ്പൊ നമുക്ക് ബ്രേക്ക് ഉണ്ടാവല്ലേന്ന് ഇല്ല സാറ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സാറാ